എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ലിറ്റിൽ ഹാർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. സാന്ദ്ര പി തോമസും വിൽസൺ തോമസുമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ആൻഡോ ജോസ് പെരേറ, എബി റിസാപ്പോ എന്നിവരാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഇവരുടെ നേരത്തെ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശൻ 9ാം വാർഡ്, അങ്ങനെ ഒരു മൂവി ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ഈ മൂവി എന്ന് തന്നെ പറയാം. 2 മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ലിറ്റിൽ ഹാർട്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ, പാർവതി, ബാബുരാജ്, പിന്നെ നമ്മുടെ രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ ഓവറോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൈൻ നിഗമും മഹിമ നമ്പ്യാരും പിന്നെ നമ്മുടെ ബാബുരാജുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ ഷൈൻ്റെ പെയറായിട്ടാണ് മഹിമ നമ്പ്യാർ അഭിനയിച്ചിരിക്കുന്നത്. ബാബുരാജും ഷൈനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മോനും തമ്മിലുള്ളൊരു കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ പിന്നെ ജാഫർ ഇടുക്കി ആയാലും പിന്നെ രഞ്ജി പണിക്കർ ആയാലും പാർവതി ആയാലും അവരുടേതായ റോൾ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷൈൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഷൈൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറേ പടങ്ങൾ നമ്മൾ ബാക്കിലോട്ട് എടുത്താലും ഈ മൂവി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിലെ കഥയും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിലെ മെയിൻ തീമായിട്ട് അവരെടുത്തിരിക്കുന്നത് തന്നെ ലവ് ആണ്. ഇതിൽ 3 ടൈപ്പ് ലവ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ അച്ഛൻ്റെ ലവ് കാണിക്കുന്നുണ്ട്, പിന്നെ മകൻ്റെ ലവ് കാണിക്കുന്നത്, പിന്നെ ഒരു ലവും കൂടി ഉണ്ട്. അത് ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുന്ന. ഇതിൽ ഷൈൻ ടോം ചാക്കോ ഇതിൻ്റെ ഒരു നെടുംതൂണായിട്ട് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ സെക്കൻഡ് ഹാഫ് മൊത്തം പുള്ളിയുടെ ഒരു ക്യാരക്ടറിനെ പിടിച്ചാണ് മൊത്തം മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഒരു കോമഡി ശരിക്കും ഇതിൽ കുറവാണ്, എന്നാലും ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ കുറച്ച് ഡയലോഗ് ആണെങ്കിലും പുള്ളി ചെയ്തിരിക്കുന്നത് കറക്റ്റ് വൃത്തിയായിട്ട് നല്ല കോമഡി കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി കുറേ പേരുകളൊക്കെ ഉണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല. നമുക്ക് ഈ മൂവിയുടെ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിൽ തമാശ കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാൽ കുറവാണ്. ബാക്കി പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ലേശം കുറവാണ്. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറഞ്ഞു പോകുന്നതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കോമഡികൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒന്നും തന്നെ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്ത് തീർക്കുന്നത്. ഇതിൽ എനിക്ക് ലാഗ് അടിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാഗ് അടിപ്പിച്ചു, എന്നാലും കഥ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ കുറേ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛൻ്റെയും മോൻ്റെയും ഒരു കെമിസ്ട്രിയാണ്. ബാബുരാജ് നല്ല രീതിയിൽ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ളതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. ഓവറോൾ ഒരു ക്ഷമ കുറച്ച് വേണം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലാഗ് അടിപ്പിച്ചാൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പൈസക്ക് വാല്യൂ കിട്ടും. ഇതിലൊരിക്കലും നമുക്കൊരു മോശം പടമൊന്നും ഇത് പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മോശം പടമല്ല. ഇത് അത്യാവശ്യം കണ്ടിരിക്കാം. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരു വാല്യൂ തന്നെയാണ്. പിന്നെ ഓവറോൾ ഈ മൂവി കാണേണ്ടതെന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് എല്ലാവർക്കും പോയി കാണാം. പിന്നെ യൂത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ പലരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫാമിലിക്ക് ഇഷ്ടമെന്ന് പറയാൻ ഞാൻ കേട്ടായിരുന്നു, കുറച്ച് യൂത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെന്നും ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഓവറോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ലാഗ് അടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കാൻ കുറച്ച് ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ലാഗ് അടിപ്പിക്കും. കുറച്ച് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ആദ്യം എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്താണ് അവരുടെ നാട്ടിൽ നടക്കുന്നത്, എന്താണ് ഈ ക്യാരക്ടർ അതെടുത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ കഥ മുന്നോട്ട് പോകുന്നത്. ഓവറോൾ നമുക്ക് മറ്റുള്ള പടങ്ങൾ വെച്ച് ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന പല പടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അത്ര മേലെയും അല്ല, അവരുടെ അത്ര താഴെയല്ല, ഒരു ആവറേജ് ലെവലിൽ തന്നെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ പടം പോയി കാണുക. എന്തായാലും ഷൈൻ്റെ ഒരു മോശം പടം ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല തന്നെ പടമാണ്. നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.